പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നാളിതുവരെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ ടീച്ചേഴ്സ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാവണം തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും. ഒക്ടോബർ 16 വരെ മാത്രമേ, ഏകദേശം 9-10 ദിവസം വരെ മാത്രമേ നമുക്കിനി പോഷൺ മാ പ്രവർത്തനമുള്ളൂ എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നുള്ളതാണ് ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ നാളെ ചൊവ്വാഴ്ച പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ അങ്കണവാടി തലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അങ്കണവാടികളിലെ പരിസരവും മറ്റുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളോരോ പോഷൺ വാടിക സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ഥലപരിമിതിയും മറ്റു പരിമിതികളും മറികടന്നുകൊണ്ട് തന്നെ എല്ലാ അങ്കണവാടികളിലും കൃത്യമായി ഒരു തൈയാണെങ്കിലും നമ്മൾ നടണം എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ പോഷകാഹാരവും ജൈവ കൃഷിയും കുട്ടികളിൽ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് പോഷൺ വാടിക സജ്ജീകരിക്കുക എന്നുള്ളത്. നമുക്കറിയാം എന്താണ് പോഷൺ വാടിക എന്നുള്ളതൊക്കെ. കൃത്യമായി ഇത് എങ്ങനെയാണ് ഒരു അങ്കണവാടിയിൽ സജ്ജീകരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പല അങ്കണവാടികളിലും പോഷൺ വാടിക എന്നുണ്ട്. അതെല്ലാം കൃത്യമായി പരിപാലിക്കുന്ന അങ്കണവാടികളുമുണ്ട്. എന്നാൽ അങ്കണവാടികളിൽ നാളിതുവരെ പോഷൺ വാടിക സെറ്റ് ചെയ്യാതെയോ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയിട്ടുള്ള ടീച്ചർമാരുണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുക. ഒപ്പം തന്നെ നിലവിൽ പോഷൺ വാടിക ഉള്ളവർ ഈ ദിവസം നമുക്ക് ചൊവ്വാഴ്ച ദിവസം പോഷൺ വാടികയുടെ പരിപാലനത്തിനും അതിൽ നിന്ന് കിട്ടുന്ന വിളവെടുപ്പ് നമുക്ക് അന്നത്തെ ഒരു ഉത്സവമായി മാറ്റുക കൂടി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് നാളെ നടത്തേണ്ട പ്രവർത്തനം. അപ്പോൾ നമുക്ക് പുതുതായിട്ട് ഒരു പോഷൺ വാടിക തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഞാനിവിടെ വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അങ്കണവാടികളിലെ പരിമിതികൾ മറികടന്നുകൊണ്ട് ഈ പോഷൺ വാടിക സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അങ്കണവാടി പരിസരത്തോ അല്ലെങ്കിൽ സമീപത്തോ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നമ്മൾ ആദ്യം കണ്ടെത്തുക. അതിനുശേഷം വെള്ളം നിൽക്കാത്ത സമതല മണ്ണാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒപ്പം തന്നെ മണ്ണ് തയ്യാറാക്കുമ്പോൾ മണ്ണ് മറിച്ച് പൊടിച്ച് കമ്പോസ്റ്റ് ചേർക്കുക. ആവശ്യമായ ചെറിയ തോട്ടം കട്ടകൾ അല്ലെങ്കിൽ ബാഗുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ആവശ്യമായാൽ ചെറിയ ഗ്രോ ബാഗ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇത്തരത്തിലുള്ള മണ്ണ് നിറച്ചുകൊണ്ട് പോഷൺ വാടിക സെറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക. പിന്നെ അതിനുശേഷം വിത്തും ചെടികൾ ഒരുക്കലാണ്. പോഷകമൂല്യം കൂടിയ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുക. അതായത് ചീര, തക്കാളി, വഴുതന, പയറ്, മുരിങ്ങ, കറിവേപ്പില മുതലായവയൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഒരു പപ്പായ ആണെങ്കിൽ നമ്മൾ അതിനുള്ള വിത്തുകൾ ശേഖരിക്കുക. പ്രാദേശികമായിട്ടുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള വിത്തുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന തരത്തിലുള്ളതായിരിക്കരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ വളവിനും വെള്ളത്തിനും ക്രമീകരണം ചെയ്യണം. അതായത് ജൈവവളം തയ്യാറാക്കുക. ജൈവവളമായിരിക്കണം കൂടുതലായിട്ട് പോഷൺ വാടികയിൽ ഉപയോഗിക്കേണ്ടത്. അതായത് കമ്പോസ്റ്റ്, കിഴങ്ങ് വെള്ളം, നീം ഓയിൽ മുതലായവ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജൈവവളം നിങ്ങൾക്ക് എങ്ങനെയാണോ തയ്യാറാക്കാൻ കഴിയുന്നത് അത് പ്രകാരം തയ്യാറാക്കുക. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ബോർഡ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക. അങ്കണവാടിയിലെ തോട്ടം അല്ലെങ്കിൽ പോഷൺ വാടിക എന്ന പേരിൽ ബോർഡ് തയ്യാറാക്കുക. കുട്ടികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് വിത്ത് വിതയ്ക്കാനും വെള്ളം കൊടുക്കാനും ഒഴിക്കാനും തുടങ്ങിയ ലളിതമായിട്ടുള്ള ജോലികൾ കൊടുത്തുകൊണ്ട് അവരുടെ പങ്കാളിത്തം കൂടെ നിങ്ങൾ ഉറപ്പാക്കുക. രക്ഷിതാക്കൾക്കും ജൈവ കൃഷിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൂടെ ആ അവസരത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ നാളെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോ പോയിന്റ് വൈസ് കൊടുക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് രാസവളം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ജൈവവളം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോഷൺ വാടിക ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കീടനാശിനികൾ ഒഴിവാക്കുക. ജൈവ കീടനാശിനി മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുക. സുരക്ഷ കൂട്ടുക. കുട്ടികളിൽ അപകടം സംഭവിക്കാതിരിക്കാനായി സ്ഥല പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. അവിടെ കൈക്കോട്ടും മൂർച്ച കൂടിയ ആയുധങ്ങളൊന്നും തന്നെ അടുത്തില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം. തോട്ട സംരക്ഷണം. വേലി ഒരുക്കി മൃഗങ്ങൾ കടക്കാതിരിക്കാനുള്ള മുൻകരുതലുകളോട് നിങ്ങൾ എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം വരും. വിളവെടുത്ത പച്ചക്കറികളൊക്കെ തന്നെ അങ്കണവാടിയിലെ പാചകത്തിനും പ്രദർശനത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ലാഭങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുകൂടെ മനസ്സിലാക്കുക. കുട്ടികളിൽ ജൈവ കൃഷിയോടുള്ള താല്പര്യം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. പോഷകാഹാര ബോധവൽക്കരണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്കണവാടി പരിസരം ഹരിതാപമായ പരിസ്ഥിതി സൃഷ്ടിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോഷൺ വാടിക സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ അങ്കണവാടിക്കും സമൂഹത്തിനും ഒരുപോലെ ലഭിക്കുന്ന പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പോഷൺ വാടിക സെറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിനു വേണ്ടി ഈ പോഷൻ വാടിയെല്ലാം സെറ്റ് ചെയ്തവരുണ്ടാവും. ആ സെറ്റ് ചെയ്ത നമ്മളുടെ അംഗനവാടിയിലെ ടീച്ചർമാർക്ക് ഒരു പ്രവർത്തന റിപ്പോർട്ട് കൂടി തയ്യാറാക്കി നിങ്ങളത് സൂപ്പർവൈസർ വഴി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണ് എന്നുള്ളത് നമ്മൾ ഒഫീഷ്യൽസിന് കൂടി ബോധ്യമാവുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മാതൃക എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തുടർന്ന് കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം പോഷൻ വാടിക നിലവിൽ പരിപാലിക്കുന്ന അംഗനവാടിയിലെ ടീച്ചർമാർ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർഗ്ഗരേഖ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർഗ്ഗരൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അടുക്കളത്തോട്ട പ്രവർത്തന റിപ്പോർട്ട് എന്ന് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ കിച്ചൺ പോഷൻ വാടിക പ്രവർത്തന റിപ്പോർട്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. അംഗനവാടിയുടെ പേര്, തീയതി, അതായത് തീയതി നമ്മൾ നാളത്തെ തീയതിയാണ് കൊടുക്കേണ്ടത്, അംഗനവാടി കോഡ്, വാർഡ്, സൂപ്പർവൈസറുടെ പേര്, ഇത്രയും ഹെഡിങ് ആയി കൊടുത്തതിന് ശേഷം പ്രവർത്തനത്തിൻ്റെ പേരെന്താണ്, നമുക്ക് കിച്ചൺ ഗാർഡൻ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോഷൻ വാടിക എന്ന് തന്നെ കൊടുക്കുക. പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിവരിക്കുക. കുട്ടികളിൽ പ്രകൃതി പ്രേമവും ഉത്തരവാദിത്ത ബോധവും വളർത്തുക. രണ്ടാമത് പോയിൻ്റായിട്ട് കൊടുക്കുക ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. മൂന്നാമത് പോയിന്റ് പച്ചക്കറികളുടെ വളർച്ചാ പ്രക്രിയയെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകുക എന്നുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ നടത്തിയ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ ഒരു ഹെഡിങ്ങോടുകൂടി കൊടുക്കുക. സ്ഥലം ശുചീകരിച്ചു, മണ്ണ് തയ്യാറാക്കി, കമ്പോസ്റ്റ് ചേർത്ത് പാടമൊരുക്കി, വിത്തുകൾ ചെടികൾ ഒരുക്കി. നിങ്ങൾക്കൊരു പട്ടിക തയ്യാറാക്കുക. അതിൻ്റെ ക്രമ നമ്പർ, ഏതൊക്കെ പച്ചക്കറി വിത്തുകളാണ് നിങ്ങൾ അവിടെ ഒരുക്കിയത്, അതിൽ ഏതൊക്കെയാണ് വിത്താണോ ചെടിയാണോ അത് നട്ട തീയതി, അതും കൂടെ നിങ്ങൾ അവിടെ കൊടുക്കുക. ഒന്ന് തക്കാളി ആണെങ്കിൽ അത് വിത്താണ് നമ്മൾ നട്ടതെങ്കിൽ നട്ട തീയതി കൊടുക്കുക. ചെറുപയർ വിത്താണെങ്കിൽ അത് നട്ട തീയതി കൊടുക്കുക. വഴുതന ചെടിയാണ് നമ്മൾ വെച്ചതെങ്കിൽ ചെടിയെന്ന് അവിടെ എഴുതിയിട്ട് അവിടെ നട്ട തീയതി. ഇതേ പെർഫോമിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം പ്രവർത്തന ദിനം കുട്ടികൾ, അങ്കണവാടി ടീച്ചർ, അങ്കണവാടി ഹെൽപ്പർ എന്നിവർ ചേർന്ന് വിത്ത് വിതയ്ക്കൽ നടത്തി. അത് നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാം. ദിവസേന വെള്ളം കൊടുക്കൽ, മണ്ണ് മറിക്കൽ, പരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വന്നു എന്നുള്ളതും കൂടെ നിങ്ങളവിടെ പ്രവൃത്തി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുക. അതേപോലെ കുട്ടികളുടെ പങ്കാളിത്തം ഇത് പ്രധാനമായിട്ടും കൊടുക്കണം. പോഷൻ വാടിക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തനമായി മാറ്റുക. കുട്ടികൾക്ക് വിത്ത് വിതയ്ക്കൽ, വെള്ളം കൊടുക്കൽ, ചെടി നിരീക്ഷിക്കൽ തുടങ്ങിയവയിൽ പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അവിടെ കൊടുക്കുക. പച്ചക്കറികളുടെ പേരുകളും വളർച്ചാ ഘട്ടങ്ങളും അവരെ പഠിപ്പിച്ചു എന്നുള്ളത് കൂടെ കൃത്യമായി നിങ്ങൾ ചേർത്ത് വെക്കണം. ഒപ്പം തന്നെ വിളവെടുപ്പും പ്രയോജനവും എന്നുള്ള ഹെഡ്ലൈൻ്റെ താഴെ നിങ്ങൾ കൊടുക്കേണ്ടത് വിളവെടുത്ത പച്ചക്കറികൾ അങ്കണവാടി ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചു. കുട്ടികൾക്ക് നമ്മുടെ തോട്ടം പ്രദർശനം നടത്തി. അതായത് നമ്മുടെ തോട്ടം എന്ന ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ട് പോഷൻ വാടികയുടെ നമ്മളൊരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അത് കുട്ടികൾക്ക് വേണ്ടി പ്രദർശനം നടത്തി എന്നുള്ളത് കൂടെ നിങ്ങൾ കാണിക്കുക. അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ജൈവവളം മാത്രം ഉപയോഗിച്ചു എന്ന് കൊടുക്കുക. ദിവസേന വെള്ളം കൊടുത്തു. കീടങ്ങൾ തടയാം, നീം ഓയിൽ ഉപയോഗിച്ചു. നീം ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ജൈവവളമാണ്, കീടനാശിനി അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കീടനാശിനി ഉപയോഗിക്കാതെ മറ്റ് ജൈവവളം എന്താണ് ഉപയോഗപ്പെടുത്തിയത് അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അതിനുശേഷം ഫോട്ടോകളും തെളിവും നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കണം. വിത്ത് വിതയ്ക്കുന്ന ചിത്രം, അത് വളർന്ന ചെടികളുടെ ചിത്രം, വിളവെടുപ്പ് എടുക്കുന്ന ചിത്രം, കുട്ടികളെ അതിനെ സംരക്ഷിക്കുന്ന ചിത്രം, ടീച്ചർ നോക്കുന്ന ചിത്രം, ഇതെല്ലാം കൃത്യമായി നിങ്ങൾ ഫോട്ടോ ഡോക്യുമെൻ്റ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കോപ്പി എടുത്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇനീഷ്യേറ്റീവ് എടുത്തുന്ന, നല്ല രീതിയിൽ ചെയ്ത മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതെല്ലാ അംഗനവാടികൾക്കും റോൾ മോഡലായി മാറും. അപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഗുണമായിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെല്ലാം ശേഷം ഒരു കൺക്ലൂഷനിലെത്തണം. അവസാന അവലോകനത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികളേറെ ആകർഷഭരിതമായിട്ടുണ്ട്, അംഗനവാടി പരിസരം ഹരിതാപമായി, പരിസ്ഥിതി ബോധം വളർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ അവസാനം ഒരു കൺക്ലൂഷൻ കൊടുക്കണം. ചെറിയൊരു കാര്യം, 2 പേജിൽ ഒതുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഫോട്ടോ ഇതിൽ ഒട്ടിക്കണമെന്നുള്ളൊരു നിർബന്ധവുമില്ല. അത് നമ്മൾ ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ റിപ്പോർട്ട് എപ്പോഴും ഒരു CB നടത്തുന്ന പോലെ ഫോട്ടോ വേണമല്ലോ, ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഇതെല്ലാം നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ധാരാളം മതിയാവും. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെയാണ് പോഷൻ മായുടെ ഭാഗമായിട്ട് ചൊവ്വാഴ്ച ദിവസം നമുക്ക് നടത്താനുള്ളത്. ആദ്യം വിശദീകരിച്ചത്, നാളിതുവരെ പോഷൻ വാടിക സെറ്റ് ചെയ്യാത്ത ടീച്ചർമാരുണ്ടെങ്കിൽ ആ പോഷൻ വാടിക കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക, മുന്നൊരുക്കങ്ങൾ നടത്തുക, തൈ നടുക, വിത്ത് വിതയ്ക്കുക, ഇതൊക്കെ ചെയ്തതിന് ശേഷം കുട്ടികളിലേക്ക് ഈ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ നാളിതുവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പോഷൻ വാടികയുടെ ടീച്ചർമാരുണ്ടെങ്കിൽ അത് നാളത്തെ ദിവസം കൂടുതൽ അതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പരിപാലിക്കുക. അതിനുശേഷം ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുക, പ്രവർത്തന റിപ്പോർട്ട് കൂടി നിങ്ങൾ തയ്യാറാക്കുക. ആ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഒരു മാതൃകയാണ് ഇതിലൂടെ നമ്മൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത്. കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും തന്നെ നാളത്തെ പ്രവൃത്തി ദിനം പോഷൻ മായുടെ പ്രവർത്തനം, അടുക്കളത്തോട്ടം അല്ലെങ്കിൽ പോഷൻ വാടികയുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ റിഫ്ലക്റ്റ് ആയിട്ട് വരികയുള്ളൂ. അതിൻ്റെ ഫോട്ടോസ് എല്ലാം നിങ്ങൾ റെഡിയാക്കി നിങ്ങൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി അപ്ലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ പോഷൻ വാടിക നിലവിലുള്ളവരാണെങ്കിൽ അതിന് മുന്നിൽ പരിപാലിക്കുന്നതും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഉള്ള ഭാഗങ്ങളാണ് ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടത്. അവിടെ കുട്ടികളെ, രക്ഷിതാക്കളെ, ടീച്ചറെയൊക്കെ നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോസ് ഒരു 5-6 എടുക്കുക, അതെല്ലാം അപ്ലോഡ് ചെയ്ത് വിടുക. അല്ല, പുതുതായി തുടങ്ങുന്ന പോഷൻ വാടികയിലെ ടീച്ചർമാരാണെങ്കിൽ തുടങ്ങുന്നതും വിത്ത് വിതയ്ക്കുന്നതും നിലം റെഡിയാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോട്ടോ എടുത്തിട്ട് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ജനാന്തോളം ഡാഷ്ബോർഡിൽ ഏത് തീമാണ്, ഏത് ആക്ടിവിറ്റിയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് തുടർന്ന് കാണുക. താങ്ക് യു. പോഷൻ വാടിക സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ പരിപാലിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള ജനാന്തോളൻ ആക്ടിവിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് അനുവദിച്ച യൂസർ നെയിം, പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിൽ എത്താൻ കഴിയും. ഈ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് എന്ന് കാണും, അത് പോഷണമാകുന്നത് തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അതിനുശേഷം നമുക്ക് തീമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. ആ തീമാണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഈ വർഷത്തെ രാഷ്ട്രീയ പോഷൻ മായ്ക്ക് 6 തീമുകളാണുള്ളത്. ആ 6 തീമുകളിൽ നിന്നും അനുയോജ്യമായിട്ട് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വോക്കൽ ഫോർ ലോക്കൽ എന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. അത് കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം ഓർഗനൈസർ എന്ന് കാണും, MOWNCD ആണ്. അത് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. MOWNCD എന്ന് പറഞ്ഞാൽ നമ്മളുടെ വകുപ്പ് തന്നെയാണ് പോഷൻ മായ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് മാറ്റമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ക്ലിയർ ആയതിന് ശേഷം നമ്മൾ അടുത്ത് കൊടുക്കേണ്ടത് ലെവലാണ്. ആ ലെവൽ എന്ന് നിങ്ങൾക്ക് ബ്ലോക്ക് എന്നായിരിക്കും കാണാൻ കഴിയുക. ആ ബ്ലോക്ക് എന്നുള്ളത് മാറ്റി AWC എന്ന് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം. അങ്ങനെ AWC സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ വീണ്ടും നിങ്ങളുടെ പ്രൊജക്റ്റ് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങളുടെ സെൻറ്റർ ആ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ്. അതായത് കൃത്യമായി നമ്മളുടെ ആക്ടിവിറ്റി ഏതാണ് എന്നുള്ളത് ഈ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്തെടുക്കുക. 5 ആക്ടിവിറ്റികൾ വരെ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ് 5 ആക്ടിവിറ്റി എന്നുള്ളത് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് 5 സെലക്ട് ചെയ്തെടുക്കുക. ഓരോ എൻട്രിയും പൂർത്തിയാക്കിയാലാണ് ഓരോ ആക്ടിവിറ്റി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഇവൻറ്റ് ഡേറ്റ് ആണ്. കൃത്യമായി നമ്മൾ നാളത്തെ ഡേറ്റ്, അതായത് എന്നാണോ ഈ പ്രവർത്തനം നടത്തുന്നത് ആ ഡേറ്റ് സെലക്ട് ചെയ്തെടുക്കുക. ബാക്കപ്പായിട്ട് 3 ദിവസത്തെ ഡേറ്റ് നമുക്ക് കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻട്രി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. അപ്പോൾ പോഷൻ വാടിക പരിപാലിക്കുന്നതും അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് ചോദ്യമുണ്ട്. അവിടെ എണ്ണമാണ് നിങ്ങളവിടെ രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ കാറ്റഗറിയും സെലക്ട് ചെയ്തെടുക്കുക. അഡൽട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സും അതിന് മുകളിലുള്ള രക്ഷിതാക്കൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൽ എത്ര, ഫീമെയിൽ എത്ര എണ്ണം കൊടുക്കുക. കുട്ടികൾ, പ്രീ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം മെയിൽ എത്ര, ഫീമെയിൽ എത്ര എന്ന് തന്നെ നിങ്ങൾ വേർതിരിച്ച് കൊടുക്കണം. ഒപ്പം AG കുട്ടികൾ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ AG കുട്ടികളുടെ എണ്ണം കൂടെ നിങ്ങളവിടെ കൃത്യമായി കൊടുക്കുക. ഒരു കോളവും ബ്ലാങ്കായി ഇടരുത്. അങ്ങനെ ബ്ലാങ്കായി വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ആക്ടിവിറ്റി സബ്മിറ്റ് ആവില്ല. അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സെഷനാണ് വരിക. ആ സെഷനിൽ ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നേരത്തെ ഈ പോഷൻ വാടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച ഫോട്ടോസൊക്കെ ഈ ഭാഗത്ത് അപ്ലോഡ് ചെയ്ത് വിടുക. 2 MB കൂടാൻ പാടുള്ളതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. PNG JPG ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. അത് നമ്മുടെ ഫോണിൽ എടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അത് പ്രത്യേകം പറയാൻ കാരണം വീഡിയോസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ആയി പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചിട്ട് ഈ കാര്യം പറയുന്നത്. ഇതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പോഷൻ വാടിക സെറ്റപ്പ് എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ പോഷൻ വാടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം എന്നുള്ളത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ സെൻറ്റർ നമ്പറോ സെൻറ്ററുടെ പേരോ കൊടുത്ത് നിങ്ങൾക്ക് ഈ പ്രവർത്തനം സബ്മിറ്റ് എന്ന് കാണുന്ന ഈ താഴെയുള്ള ബട്ടൺ കൊടുത്ത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയെ പൂർത്തിയായുള്ളൂ. അങ്ങനെ ഒരു സെൻറ്ററിൽ 5 ആക്ടിവിറ്റി വരെ ഒരു ദിവസം ചെയ്യാൻ കഴിയും. 5 ഫോട്ടോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി നിങ്ങളിതിലേക്ക് ഓരോന്ന് വീതം അപ്ലോഡ് ചെയ്തിട്ട് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ജനാന്തോളം ഡാഷ്ബോർഡ് എൻട്രി പൂർത്തിയാക്കുക. താങ്ക് യു.